ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിജയുടെ ഡ്രോയിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നമ്മൾ എന്താ വിജയ് പിന്നെ വരയ്ക്കുന്നത്. അതിന് കാരണം ഫസ്റ്റ് എനിക്ക് വിജയ് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ആളാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലും വിജയുടെ ഡ്രോയിങ്ങാണ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് വിജയുടെ ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. വേറെ ആക്ടേഴ്സ് പറയുമ്പോൾ അത്ര വ്യൂ വരുന്നില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വീഡിയോയും വിജയുടെ ഡ്രോയിങ് തന്നെയാണ്. എന്നാലും ഞാൻ ബാക്കിയുള്ള ആക്ടേഴ്സിനൊക്കെ വരയ്ക്കുന്നുണ്ട്, എന്നാലും അത്ര വ്യൂ വരുന്നില്ല. അപ്പോൾ ആർട്ട് ചാനലുള്ളവരൊക്കെ ജസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ടോപ്പിക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഏത് ഡ്രോയിങ് ആണോ വ്യൂ കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചാനലുണ്ടാകുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ മെറ്റീരിയൽസൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആർട്ട്ലൈൻ്റെ പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആർട്ട്ലൈൻ്റെ പെൻസിൽ ഞാനിപ്പം വരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്ര നാൾ ഞാൻ വരച്ചിട്ടുണ്ടിരുന്ന അപ്സരയുടെ സാധാ പെൻസിൽ അഞ്ചിയുടെ അപ്സരയുടെ പെൻസിലാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാൻ നോക്കുന്ന പെൻസിൽ മാറ്റി നോക്കുന്നതാണ്. പിന്നെ പേപ്പർ പഴയ തന്നെ 80 GSM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 80 GSM A4 പേപ്പറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും 10B, 8B, 6B ആണ് ഞാൻ പെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് വരയ്ക്കാൻ. പിന്നെ ഇതിനകത്ത് ഗ്രിഡ് ലൈൻസ് ഇട്ടേക്കുന്നതിൻ്റെ അളവിലും മാറ്റം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 3 cm ആണ് എടുത്തിരിക്കുന്നത്. 3x3 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര നാളും എടുത്തുകൊണ്ടിരുന്നത് 2 ആണ്. 2 cm ആയിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഞാൻ അളവ് മാറ്റി നോക്കിയതാണ്. എന്നാൽ എനിക്ക് കുറച്ചുകൂടെ ഫുള്ളായിട്ട് വരയ്ക്കാൻ പറ്റും പേപ്പറിൽ, അതുകൊണ്ട് അളവ് മാറ്റിയതാണ്. പിന്നെ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട്, ബ്ലെൻഡ് സ്ടംപ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ട്ലൈൻ പെൻസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആർട്ട്ലൈൻ പെൻസിലിന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പെൻസിൽ മേടിച്ചിട്ടുള്ളൂ. അടുത്ത ദിവസം ഞാൻ പുതിയ പെൻസിലൊക്കെ വാങ്ങുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ടോട്ടൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല പെൻസിലാണ്. വരയ്ക്കാനൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡ്രോയിങ് ചെയ്തിരുന്നു. നമ്മുടെ അവതാറിൻ്റെ ഡ്രോയിങ്, കളർ പെൻസിൽ ഡ്രോയിങ് ഞാൻ ചെയ്തിരുന്നു. അത് ഞാൻ കുറേ സമയം എടുത്ത് സത്യമായി നല്ല കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഡ്രോയിങ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് അതിന് ഒരു വിചാരിച്ചത്ര വ്യൂ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് നല്ല വിഷമമായിപ്പോയി വ്യൂ കിട്ടാമെന്ന് വെച്ചാൽ. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് സാധാരണ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി സമയമാണ് നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ വിചാരിച്ചിട്ട് വ്യൂ കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനുള്ളൊരു ഇത് പോയി. എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇതാകുമ്പം കുറച്ചുകൂടെ നമുക്ക് അത്ര സമയം വേണ്ടി വരുന്നില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ചെയ്യുമ്പം. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ചെയ്തതാണ്. ഇപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൂടുതലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്നിട്ടുള്ള വീഡിയോസ് ആവശ്യമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തുടർന്ന് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക.